നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രോസിക്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് പറയാനുള്ളത്. വാർത്ത ചൈനയിൽ നിന്നാണ്. അതായത് വേദപുസ്തകം കേട്ടതിൻ്റെ പേരിൽ ഒരു USB ഒരു ഡിവൈസ് ഉപയോഗിച്ച് കാറിൽ സഞ്ചരിക്കുമ്പോൾ വേദപുസ്തകം കേട്ടതിൻ്റെ പേരിൽ ചൈനയിലെ ഒരു ക്രിസ്തീയ കുടുംബം പ്രശ്നത്തിലായിരിക്കുന്നു. ആ കുടുംബത്തിലെ ഗൃഹനാഥനെ, ഹസ്ബൻഡിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചൈനീസ് അതോറിറ്റീസ് അദ്ദേഹത്തെ ജയിലിലാക്കിയിരിക്കുന്നു. ഈ വാർത്ത വളരെ സങ്കടത്തോടും അതോടൊപ്പം തന്നെ വളരെ അത്ഭുതത്തോടും കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. അത്ഭുതത്തിൻ്റെ കാരണം, ഒരു വേദപുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ഓഡിയോ കേൾക്കുകയോ ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ ഒരാളെ ജയിലിൽ അടയ്ക്കുക എന്ന് പറയുന്നത് അതത്ര ക്രൂരമാണ്. ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിലും ലോകത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, രാജ്യങ്ങളുണ്ടല്ലോ എന്ന ഒരു വലിയ അത്ഭുതമാണ് എനിക്ക് തോന്നിയത്. ചൈനയിൽ ഈ പറഞ്ഞ കുടുംബം അവർ അല്പം ദൂര യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, ചൈനയിൽ സീക്രട്ട് ക്രിസ്ത്യൻസാണ് കൂടുതലുള്ളത്, അണ്ടർഗ്രൗണ്ട് ചർച്ചാണുള്ളത്. അപ്പോൾ അവർക്ക് അല്പം ദൂരെയുള്ള ഒരു പട്ടണത്തിലെ മറ്റ് സഹവിശ്വാസികളെ സന്ദർശിക്കുവാൻ വേണ്ടി ഈ ഫാമിലി അവരുടെ പ്രൈവറ്റ് കാറിൽ സഞ്ചരിക്കുമ്പോൾ യാത്രയിൽ അവർ ഒരു USB ഒരു പെൻഡ്രൈവ് ഉപയോഗിച്ച് വേദപുസ്തകത്തിലെ വചനം കേട്ടുകൊണ്ടാണ് അവർ സഞ്ചരിച്ചത്. ഈ കുടുംബത്തെക്കുറിച്ച് പറയുന്നത്, അവർ ചൈനയിലെ ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന, ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ഒരു കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ പേര് AK എന്ന പേരിലാണ് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. കാരണം സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് പേര് മാറ്റിയൊക്കെയാണ് ക്രിസ്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക്സ് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്കും അദ്ദേഹത്തെ AK എന്ന് വിളിക്കാം. ഈ പറഞ്ഞ കർത്താവിൻ്റെ മകൻ AK, അദ്ദേഹം സഞ്ചരിച്ച കാറിൽ ബൈബിൾ വചനങ്ങൾ കേട്ടുകൊണ്ട് സഞ്ചരിക്കുന്നു. യാത്രാമധ്യേ ഒരു പോലീസ് ചെക്കിംഗ് ഉണ്ടാകുന്നു. ആ ചെക്കിങ് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് പോലീസുകാർ വരുമ്പോൾ ഇവർ ഈ ബൈബിൾ വചനങ്ങൾ പ്ലേ ചെയ്യുന്നത് അവർ കേൾക്കുവാനിടയായി തീർന്നു. എന്താണ് നിങ്ങൾ കേൾക്കുന്നതെന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ ഒട്ടും ഭയപ്പെടാതെ വേദപുസ്തകത്തിലെ വചനങ്ങളാണ് കേൾക്കുന്നത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ആ ഒറ്റ കാരണത്താൽ അദ്ദേഹത്തെ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ ചോദ്യം ചെയ്യലിന് വേണ്ടി പിടിച്ചുകൊണ്ട് പോവുകയാണ്. തൻ്റെ ഭാര്യയും 1 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെയുള്ള കുഞ്ഞുങ്ങളും വഴിയിലാകുന്നു. എന്താണെങ്കിലും അതേ പട്ടണത്തിലെ തന്നെ ഒരു ക്രിസ്ത്യൻ ഫാമിലി ഈ വിവരം അറിഞ്ഞിട്ട് അവരെ ആ വീട്ടിൽ കൈക്കൊണ്ടു. മാത്രമല്ല, അതിനുശേഷം ഇവരെ കൈക്കൊണ്ട വീട്ടുകാരെയും പോലീസ് വന്ന് പ്രശ്നങ്ങളുണ്ടാക്കി ബുദ്ധിമുട്ടിച്ചു. കാരണം എന്ത് ബന്ധത്തിലാണ് ഈ ഫാമിലിക്ക് അഭയം കൊടുത്തത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായി. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഓപ്പൺ ഡോർ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സംഘടനയുടെ പ്രോസിക്യൂഷൻ ഒരു ലിസ്റ്റുണ്ട്, വേൾഡ് വാച്ച് ലിസ്റ്റ് എന്നാണ് അതിന് പറഞ്ഞത്. 2026 വേൾഡ് വാച്ച് ലിസ്റ്റിൽ ചൈനയ്ക്ക് 17ാമത്തെ സ്ഥാനമാണുള്ളത്. അതായത് ചൈനയിൽ ഇപ്പോൾ പഴയതുപോലെ പ്രോസിക്യൂഷൻ ഇല്ല എന്നാണ് ഈ ഓപ്പൺ ഡോർ പോലും പറയുന്നത്. ചൈനയെക്കാട്ടിലൊക്കെ ഒത്തിരി മുമ്പിലാണ് ഇന്ത്യ. 12ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ചൈനയ്ക്ക് 17ാമത്തെ സ്ഥാനമാണുള്ളത്. 17ാമത്തെ സ്ഥാനമായി നിൽക്കുന്ന ചൈനയിൽ സത്യത്തിൽ ഇപ്പോഴും നടക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തികളാണെന്നുള്ളത് വളരെ സങ്കടകരമാണ്. ലോകരാഷ്ട്രങ്ങൾ, നമ്മളീ പറഞ്ഞ ലിബറൽ ആശയങ്ങളുള്ള ഒത്തിരി പൊളിറ്റിക്കൽ സംഘടനകൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ, ഇവരാരും ഇതിനെ ഒന്നും അപലപിക്കുന്നത് കാണുന്നില്ല എന്നൊരു സങ്കടം കൂടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൻ്റെ മീറ്റിങ്ങിൽ പറഞ്ഞൊരു കാര്യം ആസാദി ന്യൂസിൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. ഈ ഓപ്പൺ ഡോറിൻ്റെ വേൾഡ് വാച്ച് ലിസ്റ്റിൽ ആദ്യത്തെ 10 രാജ്യങ്ങൾ, നോർത്ത് കൊറിയ അത് 1ാമത്തെ സ്ഥാനം, സൊമാലിയ 2ാം സ്ഥാനം, യമൻ 3ാം സ്ഥാനം, സുഡാൻ 4ാം സ്ഥാനം, എറിട്രീയ 5ാം സ്ഥാനം, സിറിയ 6ാം സ്ഥാനം. സിറിയയുടെ കാര്യം പറയുമ്പോൾ സിറിയയിൽ ഇപ്പോൾ 500-600 ക്രിസ്ത്യാനികൾ മാത്രമാണ് ശേഷിച്ചിരിക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കാണുവാനിടയിൽ തീർന്നു. നൈജീരിയ 7ാം സ്ഥാനം, പാകിസ്ഥാൻ 8ാം സ്ഥാനം, ലിബിയ 9ാം സ്ഥാനം, 10ാം സ്ഥാനമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ച് മീറ്റിങ്ങിൽ പറഞ്ഞു, ദൈവത്തിൻ്റെ കൃപയാൽ ആദ്യത്തെ 10 സ്ഥാനങ്ങളിലുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ നമ്മുടെ ഇന്ത്യ ഇല്ലല്ലോ. ദൈവത്തിന് നന്ദി പറയണം. ഇന്ത്യയിൽ ഇത്രയുമെങ്കിലും സ്വാതന്ത്ര്യമുള്ളതിൽ, ഇന്ത്യയിൽ ഇത്രയുമെങ്കിലും നമുക്ക് ഒരു
ശുദ്ധവായു ശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ളതിൽ നാം സന്തോഷിക്കണം, ദൈവത്തിന് നന്ദി പറയണം എന്നൊക്കെ പറവാനിടയായി തീർന്നു. പക്ഷേ ഈ പറഞ്ഞ ചൈന ഇന്ത്യയെക്കാട്ടിലും താഴെ 17ാം നമ്പറിൽ നിൽക്കുന്ന രാജ്യമാണ്. പക്ഷേ ചൈനയിൽ ഒരു വേദപുസ്തകത്തിൻ്റെ ഓഡിയോ കേട്ടതിൻ്റെ പേരിൽ പോലും ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ വേദപുസ്തകം വീട്ടിൽ വെച്ചതിൻ്റെ പേരിൽ അറസ്റ്റിലായ ആളുകളുണ്ടെന്നുള്ളത് വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. വാച്ച് ലിസ്റ്റിൽ 12ാം സ്ഥാനം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ചുറ്റും കേൾക്കുന്ന ഇത്തരം വാർത്തകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കേണ്ടിയിരിക്കുന്നു, കൂടുതൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസ് അപലപിച്ചതുകൊണ്ടൊന്നും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയില്ല. പൊളിറ്റിക്കൽ പാർട്ടീസിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസിന് ചിലത് ചെയ്യാം, അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാം. ഇന്ത്യയിലും ചില മൊമെൻറ്റ്സ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ആശയോടുകൂടെ കാണുന്നില്ലേ, ഈ മൊമെൻറ്റ്സൊക്കെ ഇന്ത്യയിൽ കൂടുതൽ സുതാര്യത, കൂടുതൽ സെക്കുലറിസം കൊണ്ടുവരുന്നൊക്കെ നമ്മൾ പ്രതീക്ഷയോട് കാണുന്നില്ലേ. പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടീസിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, വചനം പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യനോടല്ല, വ്യക്തികളോടല്ല, സംഘടനകളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ശക്തികളോടും പോരാടാൻ പൈശാചിക മണ്ഡലങ്ങൾ, അതായത് വചനത്തെ തടയുന്ന, സുവിശേഷത്തെ തടയുന്ന, വിശ്വാസത്തെ തടയുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ, പൈശാചിക ശക്തികൾ, അൺസീൻ തലത്തിലുള്ള, കാണാത്ത മണ്ഡലത്തിലുള്ള ശക്തികളെ തടവാൻ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് കഴിയത്തില്ല. അത് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രസക്തിയാണ് ഈ കാലഘട്ടത്തിൽ കൂടുതൽ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിനോട് അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.